You must stop it. ലോക സിനിമയിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ഏറ്റവും മികച്ച 10 സിനിമകൾ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയിൽ ആദ്യത്തേത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ പേര് ഷൈനിങ്, സംവിധാനം സ്റ്റാലിൻ കുബ്രിക്. ലോക സിനിമയിൽ തന്നെ രാജാവിന്റെ സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധായകൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് സ്റ്റാലിൻ കുബ്രിക് പോലെയുള്ള സംവിധായകർ. പുള്ളി ഒരു ഹൊറർ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു സാധനമായിരുന്നു ഷൈനിങ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫ്രെയിംസ്, ഡയറക്ഷൻ, ഹൊറർ ഫീൽ, ഈ കാര്യങ്ങളൊക്കെ ഈ ഷൈനിങ് എന്ന് പറഞ്ഞ സിനിമ തരുന്നുണ്ട്. ഹൊറർ എന്ന് പറയുന്ന സമയത്ത് പേടിപ്പിക്കുന്ന ഹൊറർ അല്ല, നേരെ മറിച്ച് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കാറ്റഗറി പെടുന്ന ആ ഒരു ഹൊറർ കാറ്റഗറിയിലാണ് ഈ സിനിമ വരുന്നത്. ഇദ്ദേഹത്തൊക്കെ എന്തുകൊണ്ടാണ് ലെജൻഡറി ഡയറക്ടർ എന്നൊക്കെ വിളിക്കുന്നത്? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ടെർമിനേറ്റർ ആ സിനിമയെ കുറിച്ചിട്ടും സെയിം സംഭവം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇന്നത്തെ കാലത്ത് കാണുവാണെങ്കിൽ പോലും നമുക്ക് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമകൾ പങ്കുവയ്ക്കുന്നുണ്ടാവുക. ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് കുബ്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഫിലിം മേക്കറോ അല്ലെങ്കിൽ ഒരു കിഡിലൻ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ടൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിക്കാം. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ലിങ്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. രണ്ടാമത്തെ സിനിമ ഗോഡ്സില്ല -1. ഞാൻ പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും പുതിയതായിട്ട് ഈ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ള സിനിമ ഗോഡ്സില്ല -1 ആയിരിക്കും. എതിരഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ടാവും. അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ മാനിക്കുന്നു. പക്ഷെ എന്നാൽ പോലും സാധാരണ കണ്ടുവരുന്ന ഒരു ടെംപ്ലേറ്റിൽ നിന്ന് മാറി ചിന്തിച്ച ഒരു സിനിമയായിരുന്നു ഗോഡ്സില്ല -1. സാധാരണ ഒരു ഗോഡ്സില്ല വരുന്നു, നാട് മൊത്തം നശിപ്പിക്കുന്നു, ഹെലികോപ്റ്റർ, തേങ്ങ, മാങ്ങ, ചക്ക, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു പാറ്റേണിൽ നിന്ന് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും അല്ലെങ്കിൽ എന്താണ് പരിപാടി എന്നുള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുള്ള കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ഫീലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പടമായിരുന്നു ഇത്. ഏറ്റവും മികച്ച ആനിമേഷന് എങ്ങനെ ഓസ്കാർ കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾക്കൊരു വെറൈറ്റി കൺസെപ്റ്റും സ്ഥിരം ടെംപ്ലേറ്റിൽ നിന്ന് മാറുന്ന സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലെറ്റ്സ് ട്രൈ, നൈസാണ്. മൂന്നാമത്തെ സിനിമ ഇന്ത്യൻ സിനിമ വരുന്നില്ല എന്നുള്ള ഒരു വലിയൊരു പരാതിയും പരിഭവമൊക്കെ ഞാൻ കമൻസിൽ കാണുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിനെ മൊത്തം കാറ്റഗറി ചെയ്യുന്നത് മസ്റ്റ് വാച്ച് മൂവീസ് എന്നാണ്. അപ്പോൾ ഇതിൽ മലയാളം സിനിമകൾ വരും, ഹിന്ദി സിനിമകൾ വരും, തമിഴ് വരും, തെലുങ്ക് വരും, കന്നഡ വരും, എല്ലാ ഭാഷകളും വരും. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിലേക്ക് നമ്മൾ എത്തും. പതുക്കെ നമ്മൾ അതിലേക്കൊക്കെ എത്തുന്നത്. അപ്പം കഴിയുന്നതും ഓരോ സിനിമ പരിചയപ്പെടുത്തുന്ന സമയത്തും ഞാൻ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനിമകൾ കൊണ്ടുവരാനാണ് ഓരോ ദിവസവും നോക്കുന്നത്. അറിയാമല്ലോ, ഓരോ ദിവസം 10 സിനിമകൾ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബോ അല്ലെങ്കിൽ ലൈക്കൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് രണ്ട് ചെയ്യുന്ന സമയത്തും യൂട്യൂബ് ഇത് കൂടുതൽ ആളുകളിലേക്ക് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പറഞ്ഞു വന്ന ഇന്ത്യൻ സിനിമയിലേക്ക് കടക്കാം. 12th ഫെയിൽ. എന്തുകൊണ്ട് 12th ഫെയിൽ ആഡ് ചെയ്യുന്നു എന്നതിൻ്റെ ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ഒരു 95% ആളുകളും 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗംഭീരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഫീൽ ഗുഡ്, അതൊരു ഇന്ത്യൻ സിനിമയിൽ കാണണമെന്നുണ്ടെങ്കിൽ 12th ഫെയിൽ ഒരു കിടിലൻ ഓപ്ഷനാണ്. ആമസോൺ പ്രൈമിലാണ് 12th ഫെയിൽ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ റിലീസായ സമയത്ത് തന്നെ കണ്ടതാണ്. കിടിലൻ സിനിമയാണ്. റിയൽ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ് 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. സോ ധൈര്യമായിട്ട് കണ്ടു നോക്കുക. ആ വർഷം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമയാണെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സിനിമ പരിചയപ്പെടുത്തുമ്പോൾ അതൊരു അമിട്ടാവണമല്ലോ. നാലാമത്തെ പടം ഒരു ഫീൽ ഗുഡ് പടമാണ്, ഗോൺ ഗേൾ. കണ്ടവർക്ക് അറിയാതെ ഫീൽ ഗുഡ് ആണെന്നുള്ളത്. സത്യത്തിൽ ഇത് ഫീൽ ഗുഡ് എന്നല്ല, നമ്മുടെ ഡേവിഡ് ഫിഞ്ചർ ത്രില്ലർ അണ്ണൻ ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ പടമാണ്. ഗോൺ ഗേൾ എന്ന് പറഞ്ഞത് ഒരു മാസ്റ്റർ പീസാണ്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ പാറ്റേൺ, ഒരു കാണുന്ന ആ ഒരു മിനിറ്റ് മുതൽ ത്രില്ലടിച്ച് മുന്നോട്ട് പോകാന്നുള്ള ആ ഒരു സംഭവമല്ല. നേരെ മറിച്ച് പതുക്കെ തുടങ്ങി ശേഷം ഒരു തീപ്പൊരി ഇട്ട് അതിങ്ങനെ കത്തി തീയായി മാറുക എന്നൊക്കെ പറയുന്നത് ആ ഒരു പാറ്റേൺ ഓഫ് സാധനമാണ്. പേര് പോലെ തന്നെ ഭാര്യയെ കാണാത്ത ഭർത്താവിൻ്റെ ഒരു കഥ, അതാണ് ഗോൺ ഗേൾ എന്ന് പറയുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു വളരെ വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഗോൺ ഗേൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നുണ്ടാവുക. അഞ്ചാമത്തെ പടം, നിങ്ങൾക്കൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത സംഭവം പണി വെച്ചൊരു ഡയറക്ടറിൻ്റെ കഥ. ഞാൻ അങ്ങനെ ഒരു ബിൽഡപ്പ് കൊടുക്കാൻ മാത്രം അയാൾക്കുണ്ടോ എന്ന് വെച്ചാൽ 100% ഉണ്ട്. വെറും ഒരു കളിപ്പാട്ടം കൊണ്ട് അല്ലെങ്കിൽ ഒരു ധർമ്മക്കോള് കൊണ്ട് ഇത് സ്രാവാണെന്ന് ലോക ജനതയെ മൊത്തം പഠിപ്പിച്ച ആ ഒരു ലെജൻഡറി ഡയറക്ടറിൻ്റെ സിനിമ. പുള്ളി ഹോളിവുഡ് പടത്തിൽ ചെയ്തു വെച്ച പരിപാടിയൊന്നും വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വരെ സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ
1975 ഇറങ്ങിയിട്ടുള്ള, അതായത് 50 വർഷം പഴക്കമുള്ള ആ ഒരു സിനിമ നിങ്ങളൊന്ന് ഇരുന്ന് കണ്ടു നോക്ക്. 50 വർഷം പിന്നിട്ടും അതുപോലൊരു സിനിമ ഉണ്ടാക്കാൻ ഗഡ്സുള്ള എത്ര സംവിധായകരുണ്ട്. അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകനാണ്. അറിയാലോ, സെയിം തീം തന്നെ. ഈ സിനിമ കണ്ടിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഈ സെയിമിൽ ഒരുപാട് സാധനങ്ങൾ കൊല്ലാൻ വരുന്ന സ്രാവ്, തേങ്ങ, മാങ്ങ, ഈ സാധനം തന്നെ പക്ഷെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു കിടിലൻ സാധനമാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചിട്ടൊന്നും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും കിടിലൻ സാധനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും. ആറാമത്തെ സിനിമ. ഈ സിനിമ കണ്ടവർ ഒരു സങ്കടത്തോടെ അല്ലാതെ ഈ സിനിമയെ പറ്റി പറയില്ല, പക്ഷെ സജസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ചില സിനിമകളുള്ളതിൽ ഒരു ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് ഓൾഡ് ബോയ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് റിവെഞ്ച്, മോസ്റ്റ് ഡിസ്റ്റർബിംഗ് ഉള്ള ക്ലൈമാക്സ് ഉള്ള സിനിമകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് ഓൾഡ് ബോയ്. ഓൾഡ് ബോയിൻ്റെ ക്ലൈമാക്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് മലയാളത്തിൽ നിന്ന് വരെ പല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ സിനിമ വളരെ പോപ്പുലർ ആയിരുന്നു, വളരെ ഹിറ്റായിരുന്നു ഇവിടെ. അതുകൂടാതെ തന്നെ പ്രമുഖരായിട്ടുള്ള ഹോളിവുഡ് സംവിധായകരൊക്കെ ഈ ഒരു ക്ലൈമാക്സിൽ നിന്ന് ഇൻസ്പിറേഷൻ വന്നിട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഞാൻ പറയുന്നത് കേട്ട് ഓൾഡ് ബോയ് പോയി കണ്ടിട്ട് ഇതിൻ്റെ ഈ ക്ലൈമാക്സ് അല്ല അതെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 2024 ഇറങ്ങിയ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് 2006 ഇറങ്ങിയിട്ടുള്ള സിനിമയായിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് ബോയ് എന്ന് പറഞ്ഞാൽ കൊറിയയിലൊരു 10 സിനിമകൾ എടുത്ത് പറയുവാണെങ്കിൽ അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് ഓൾഡ് ബോയ്. നമ്പർ 7, ഷട്ടേഴ്സ് ഐലൻഡ്. ഈ ഒരു സിനിമ എൻ്റെ ഒരു 4 കസിൻ കാരണം ഞാൻ കാണാതിരുന്നൊരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഗംഭീര പ്ലോട്ട് ട്വിസ്റ്റ് വരുന്നുണ്ട് ക്ലൈമാക്സിൽ. ഈ ക്ലൈമാക്സ് അങ്ങോട്ട് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ കാണാതെ വെച്ചിരുന്ന സിനിമയായിരുന്നു. ഈ ഒരു സിനിമയ്ക്ക് ഒരു മലയാളം വേർഷൻ ഇറങ്ങിയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അതും ചെയ്തിട്ടുണ്ട്. ശേഷമാണ് ഇത് കാണുന്നത്. ഒരു കാലഘട്ടം വരെ സിനിമകൾ റീവാച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ കൊല്ലം ഒരുപാട് സിനിമകൾ റീവാച്ച് ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഇതും കാണുന്നത്. ഗംഭീര സിനിമയാണ്. കിടിലം പെർഫോമൻസും കിടിലം സ്റ്റോറി ലൈനും അതിനോടൊപ്പം തന്നെ അവതരണം, ആ ഒരു സസ്പെൻസ് എലമെൻറ്റ്, ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഷട്ടേഴ്സ് ഐലൻഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റാണ് നമുക്ക് തരുന്നത്. ഒരു സിനിമാസ്വാദകൻ എന്ന രീതിയിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു ചിത്രം കൂടി പരിചയപ്പെടുത്തുകയാണ്. 8ാമത്തെ സിനിമ വേറെ ലെവലാണ്. കാരണം ഈ സിനിമയുടെ അത്രയും മികച്ച ഫീലോടെ ആ വർഷം മറ്റൊരു സിനിമ ഇറങ്ങിയിട്ടില്ല, വൈൽഡ് റോബോട്ട്. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏലിയൻ ഭൂമിയിലേക്ക് എത്തുവാണ്. ഏലിയൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു റോബോട്ടാണ്. ഈ ഒരു റോബോട്ട് ഒരു കാട്ടിലെത്തിപ്പെടുന്നു. കാട്ടിൽ ഒരു ആനിമലിനെ അമ്മയായിട്ട് ഇത് വളർത്തുകയാണ്. വളരെ രസമുള്ള ഒരുപാട് കാര്യങ്ങളും കരയിപ്പിക്കുന്ന മൊമെന്റ്സും ഒക്കെയുള്ള ഒരു സിനിമയാണ് വൈൽഡ് റോബോട്ട് എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടു നോക്കുക. ഒരു ആനിമേഷൻ ലവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അടുത്തത് 9ാമത്തെ സിനിമ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? നിങ്ങൾ ഈ സിനിമയുടെ ഏതൊരു ഏരിയ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടില്ലനായിട്ട് കമ്പ്യൂട്ടറിലോ ഫോണിലോ വെക്കാനുള്ളൊരു വാൾപേപ്പറായിട്ട് ഈ സിനിമ മാറും. ഇങ്ങനെയുള്ള സിനിമയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അതാണ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആനിമേ ചിത്രം. കിടിലനായിട്ടുള്ളൊരു റൊമാൻറ്റിക് വേറൊരു കാറ്റഗറിയും കൂടി വരുന്നുണ്ട്. അത് പറഞ്ഞാൽ സ്പോയിലറായി പോകും. ആ ഒരു തീമിൽ വരുന്നിട്ടുള്ള ഒരു സാധനമാണ് ഇത്. നമ്മൾ കരയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ അതിൻ്റെ ആനിമേഷൻസോ എന്താണ് ഈ സിനിമയിൽ മികച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. എല്ലാം ഒന്നിനോടൊന്ന് മേലെ നിൽക്കുന്ന ഒരു സാധനമാണ് യുവർ നെയിം എന്ന് പറയുന്നത്. നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ആനിമയിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്പിരിറ്റഡ് അവേ ചർച്ച ചെയ്തു. ഇനി വരാനിരിക്കുന്ന ദിവസം ഡാഷ് ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ അതേപോലെ ആളുകൾ മറ്റൊരാളോട് നീ ഇത് കാണുമെന്ന് പറയണമെന്ന് തോന്നുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടുപോകുക. 10ാമത്തെ സിനിമ. ഈ സിനിമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ മൊത്തം സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു കോമഡി പശ്ചാത്തലത്തിൽ ഒരു വിയേർഡായിട്ട് ഓവർ എക്സ്പ്രഷൻസ് ഇട്ടിട്ട് എന്നാലും വളരെയധികം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ച ഒരു നടനാണ് ഇയാൾ. ഇദ്ദേഹത്തിൻ്റെ മാസ്ക്, അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികം കോമഡി സിനിമകളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. കാരണം കാർട്ടൂൺ നെറ്റ്വർക്കിലും പോഗോയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ അധികം കോമഡി പാറ്റേണുള്ള സാധനങ്ങളായിരുന്നു വരാറ്. അപ്പോൾ ആ ഒരു ലേബിളിൽ തന്നെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടൊരു സീരിയസ് പടം കാണുവാണ്. അതൊരു റൊമാൻറ്റിക് പടം. ആ ഒരു റൊമാൻറ്റിക് പടം എന്ന് പറഞ്ഞാൽ ഒരു തലതെറിച്ച റൊമാൻറ്റിക് പടം. തലതെറിച്ചെന്ന് പറഞ്ഞാൽ മൈൻഡൊക്കെ ബ്ലെൻഡ് ചെയ്യുന്ന റൊമാൻറ്റിക് പടം. അതായിരുന്നു ഈ പടം. ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു റൊമാൻറ്റിക് മൂവിയാണ്. ഇങ്ങനെ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പോയി ഒന്ന് കണ്ടു നോക്കൂ.
ഒരു സാധാരണ റൊമാൻറ്റിക് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മളുടെ ഇതിൻ്റെ മുടി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് യൂട്യൂബും കൂടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മീനിങ്ങും പരിപാടിയൊക്കെ കിട്ടും. കിട്ടിലം പടമാണ്, എന്താണെങ്കിലും കണ്ടു നോക്കുക. പിന്നെ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവീസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ സെക്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസ് എന്താണ് അതും പങ്കുവയ്ക്കുക. നമ്മളുടെ പ്ലേലിസ്റ്റ് ഞാൻ എന്താ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ 1, 2, 3 പല വീഡിയോസ് നമ്മുടെ പല പാർട്ടുകൾ പല ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പിന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. ഓക്കെ.